ശ്രീമദ് ഭഗവത്ഗീത 6-ാം അധ്യായം ആത്മസംയമ യോഗം. കൃഷ്ണൻ പറഞ്ഞു, അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗേ ച ന നിരഗ്നിർന ച ക്രിയഃ. കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മത്തിനായി മാത്രം കർമ്മം ചെയ്യുന്നവനാണ് സന്യാസിയും കർമ്മയോഗിയുമായുള്ളവൻ. വിധിപ്രകാരമുള്ള കർമ്മങ്ങളെ ത്യജിച്ചവനോ കർമ്മമൊന്നും ചെയ്യാതിരിക്കുന്നവനോ അല്ല സന്യാസി. യം സന്യാസമിതി പ്രാഹുർ യോഗം തം വിദ്ധി പാണ്ഡവാം നഹ്യ സന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന. ഏതൊന്നിനെ സന്യാസം എന്ന് പറയുന്നുവോ അതുതന്നെയാണ് നിഷ്കാമ കർമ്മയോഗം എന്ന് നീ അറിഞ്ഞാലും ഫലസങ്കല്പത്തെ പരിത്യജിക്കാതെ ആർക്കും തന്നെ കർമ്മയോഗിയായി തീരാൻ കഴിയുന്നതല്ല. ആരുരോഷോർമുനേർയോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണമുച്യത്തെ. നിഷ്കാമ കർമ്മയോഗത്തെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന മുനിക്ക് സകാമ കർമ്മം കാരണമായിത്തീരുന്നു. ആ യോഗത്തെ പ്രാപിച്ചു കഴിഞ്ഞ മുനിക്ക് വിഷയനിവൃത്തി കാരണമായിത്തീരുന്നു. യഥാഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മ സുനിഷജ്യത്തെ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തതോച്യത്തെ. ഇന്ദ്രിയ വിഷയങ്ങളിലാകട്ടെ കർമ്മങ്ങളിലാകട്ടെ ആശ വയ്ക്കാതെ സർവസങ്കല്പങ്ങളെയും ത്യജിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവൻ യോഗത്തെ പ്രാപിച്ചിട്ടുള്ളവനാണെന്ന് പറയുന്നു. ഉദ്ധരേതാത്മനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. തന്നെ താൻ തന്നെ ഉയർത്തണം, തന്നെ താൻ തന്നെ താഴ്ത്തി വിടരുത്. താൻ തന്നെയാണ് തൻ്റെ ബന്ധു, താൻ തന്നെയാണ് തൻ്റെ ശത്രു. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാജിതാഹം അനാത്മനസ്തു ശത്രുത്തെ വർത്തയിതാത്മൈവ ശത്രുവത്. തൻ്റെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ജയിച്ചിട്ടുള്ളവന്, അല്ലെങ്കിൽ തന്നെ താൻ തന്നെ ജയിച്ചിട്ടുള്ളവന് അവൻ്റെ ആത്മാവ് അവൻ തന്നെ അവൻ്റെ ബന്ധുവാണ്. അങ്ങനെ ജയിക്കാത്തവന് ആത്മാവ് ശത്രു എന്ന പോലെ നിന്ന് അവൻ തന്നെ അവൻ്റെ ശത്രുവായിത്തീരുന്നു. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷസുഖ ദുഃഖേഷു യഥാമാനാപമാനയോ. തന്നെ താൻ തന്നെ ജയിച്ച് പ്രശാന്തനായിരിക്കുന്നവൻ്റെ ആത്മാവ് ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും മാനാപമാനങ്ങളിലും ഒരേ ഭാവത്തിൽ വർത്തിക്കുന്നു. ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയം യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാത്മകശ്ചന. ആത്മജ്ഞാനത്തോടും പ്രകൃതി വിജ്ഞാനത്തോടും കൂടിയവനും വികാരഹീനനും ജിതേന്ദ്രിയനും മൺകട്ടയെയും കരിങ്കല്ലിനെയും സ്വർണത്തെയും ഒരുപോലെ വിചാരിക്കുന്നവനുമായ യോഗി യോഗത്തെ പ്രാപിച്ചവനാണ്. സുഹൃന്മിത്രാരുദാസീന മധ്യസ്ഥ ദേശബന്ധുഷു സാധുഷ്വഭിച പാപേഷു സമബുദ്ധിർവിശിഷ്യതേ. സുഹൃത്തുക്കൾ, മിത്രങ്ങൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, മധ്യസ്ഥന്മാർ, ദേഷിക്കുന്നവർ, ബന്ധുക്കൾ, സാധുക്കൾ, പാപികൾ എന്നിവരെല്ലാം ഒരേ ബുദ്ധിയോടുകൂടി ഇരിക്കുന്നവൻ വിശിഷ്ട യോഗിയാണ്. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസ്യസ്ഥിതഃ ഏകാകി യത് ചിത്താത്മാ നിരാശീര പരിഗ്രഹ. ആ യോഗി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് യാതൊന്നും ആശിക്കാതെയും യാതൊന്നും സ്വീകരിക്കാതെയും വിജന പ്രദേശത്ത് തനിയെ ഇരുന്നു കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി തീർക്കുന്നു. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനാഃ നാത്യുശ്ചിതം നാതിനീചം ചൈലാജനകുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യതചിത്തേന്ദ്രിയക്രിയാഃ ഉപവിശ്യാസനേ യുഞ്ജാത് യോഗമാത്മവിശുദ്ധയേ. അധികം ഉയർന്നതും അധികം താണതുമല്ലാത്ത പരിശുദ്ധ പ്രദേശത്ത് കുശകൾ നിരത്തി അതിന്മേൽ മൃദുവസ്ത്രവും വിരിച്ച് അങ്ങനെ ഉറപ്പുള്ള ആസനം സ്ഥാപിച്ച് ആ ആസനത്തിൽ പ്രവേശിച്ച് മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകളെ നിയന്ത്രിച്ച് ആത്മവിശുദ്ധിക്കായി യോഗം അഭ്യസിക്കണം.